ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വർക്ക് വരുന്നത് തൊടുപുഴയിലാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഇന്നത്തെ നമ്മുടെ വർക്ക് വരുന്നത്. നമ്മൾ രാവിലെ ഒരു 7:15 ആയപ്പോഴത്തേന് വീട്ടിൽ നിന്ന് തിരിച്ചു. നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഇവിടുന്ന് നമുക്ക് വരുന്നത് ഏകദേശം ഒരു 3 മണിക്കൂർ ട്രാവൽ വരുന്നുണ്ട്. അതേപോലെ 131 കിലോമീറ്ററും ഡിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമുക്ക് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോയാലോ? അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മുടെ പാലാ റൂട്ടിലോട്ടുള്ള ഒരു നല്ല സീനറിയാണ്. അപ്പം രാവിലെ ആയതുകൊണ്ട് നല്ലൊരു സീനറിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ നമുക്ക് സീനറിയൊക്കെ കണ്ടാലോ? ഈ റോഡിലൂടെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇവിടെ നല്ലൊരു വൈബ് പ്ലേസ് ആണെന്ന്. അപ്പോൾ ഇതുവഴി പോയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അടുത്ത ജംഗ്ഷൻ എത്തിയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല. നമ്മൾ ഒരു നാടൻ ഭക്ഷണശാലയിൽ കയറി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ നമുക്ക് അവിടെ കഞ്ഞി കിട്ടിയിട്ടുണ്ടായില്ല. അവിടെ ഇടിയപ്പവും ചീനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ചീനിയാണ് വാങ്ങിച്ചത്. ചീനിയും രാവിലെ മീൻകറിയും കഴിച്ചു. നമ്മൾ ഓൾറെഡി കോൺസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കത്തില്ല. നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയാണ് വെക്കാറ്. അപ്പം നമ്മൾ കാറിലിരുന്നാണ് കോൺസൊക്കെ റോൾ ചെയ്യുകയും അത് പാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാറിൽ തന്നെ ഇരുന്നായിരുന്നു ഇന്നത്തെ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള കോൺസൊക്കെ ഉണ്ടാക്കിയത്. ഇനി അറൗണ്ട് ഒരു 47 മിനിറ്റൂടെ ഉള്ളൂ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക്. നമ്മൾ തൊടുപുഴയൊക്കെ അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള കോൺസൊക്കെ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി. ബ്രൈഡിൻ്റെ പേര് സൈഫ്ന എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രൈഡൽ ഡിസൈൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആൾ ഓൾറെഡി ഒരു ഡിസൈൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൈയുമായിട്ട് മാച്ച് ചെയ്യുമോ നോക്കി. കാരണം മിക്ക കൈയുടെ സ്ട്രക്ചറും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളൊരു പിക്ചറിൽ കാണുന്ന പോലെ ആയിരിക്കണം എന്നില്ല നമ്മുടെ കയ്യിലിടുന്ന സമയത്ത്. അപ്പം നമ്മുടെ കൈയുടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ലുക്ക് കിട്ടണമെന്നില്ല. സോ നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാറില്ല. അപ്പം ഡിസൈൻ ഞാൻ നോക്കിയപ്പം നമ്മൾ ഈ കൈയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഡിസൈനായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ഡിസൈൻ തന്നെ ഇട്ട് കൊടുക്കുമായിരുന്നു. ആൾക്ക് ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഡിസൈനായിരുന്നു ഇഷ്ടം. അപ്പോൾ ആ ഒരു സജഷൻ മാത്രമേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതിനനുസരിച്ച് ഡിസൈൻ ഫുള്ളായിട്ട് കവറേജ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തു കൊടുത്തത്. ആളങ്ങനൊന്നും സംസാരിക്കുന്നുണ്ടായില്ല. നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. കുറേ നേരം എടുത്ത് സംസാരിപ്പിക്കാനായിട്ട്. നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ച് നമ്മൾ വൈബിനെത്തിച്ചു. ആകെ നമുക്ക് 1-2 മണിക്കൂറേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചില്ല് വൈബടിച്ച് നല്ലോണം സംസാരിച്ചിരുന്നിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രൈഡ്സിനൊക്കെ അറിയാം നമ്മൾ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഫൈനലി ഫസ്റ്റ് പാർട്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ പള്ളിയിൽ പോകേണ്ട സമയമായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട്. സോ പള്ളിയിലോട്ട് പോയി. ബാക്കിലെ ഡിസൈൻ ഞാനാണ് ചെയ്തത്. പനി ആയതുകൊണ്ടാണ് എനിക്ക് സൗണ്ടിന് ഇത്തിരി പ്രശ്നമുണ്ടെന്നാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഉള്ളിലെ പോർഷൻ കഴിഞ്ഞു. ബാക്കിലെ പോർഷൻ ഞാൻ ഇട്ട് കഴിയാറായപ്പോഴത്തേന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാണ് ടിപ്പ് ഫില്ലൊക്കെ ചെയ്തത്. ടിപ്പ് ഫില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിൽ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാമേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതാണ് കേട്ടോ ബാക്കിലെ ഡിസൈൻ വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുള്ളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ബ്രൈഡിനും ഉമ്മ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു മെമ്മറി ആണല്ലേ, കല്യാണത്തിൻ്റെ മുമ്പ് മൈലാഞ്ചിയൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഇതേപോലെ നമുക്ക് വാരി തരുന്നത്. നിങ്ങൾക്കും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഉമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ചോറ് കിട്ടുമ്പോഴുള്ള ടേസ്റ്റ് വേറെ ലെവലാണല്ലേ. ഇവിടെ നമ്മൾ അവിടുന്ന് ഒരു 2:30 ആയി ഇറങ്ങിയപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് തൃശ്ശൂരായിരുന്നു വരാനുണ്ടായിരുന്നത്. അവിടുന്ന് നമുക്ക് 99 കിലോമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.